നമസ്കാരം. ഡിക്റ്റീവ് ന്യൂസിലേക്ക് സ്വാഗതം. കാലടിയിലെ നിരന്തരമായ ഗതാഗതക്കുരുക്കിൽപ്പെട്ട് ജനങ്ങൾ വലയുമ്പോൾ അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ വേറിട്ട പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ് മൂവാറ്റുപുഴയിലെ പൊതുപ്രവർത്തകനും മോട്ടോർ ഡ്രൈവറുമായ എം.ജെ. ഷാജി. കാലടി പാലത്തിൽ കൈയിലും കാലിലും കയറുകൾ കെട്ടി ബന്ധിച്ച നിലയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതിഷേധം. കാലടി ടൗണിലൂടെയും മറ്റൂരിലൂടെയും പെരുമ്പാവൂർ വരെയൊക്കെ യാത്ര ചെയ്യുന്ന ഏതൊരു മനുഷ്യന്റെയും അവസ്ഥ ഇതുതന്നെയാണ്. സ്വന്തം വാഹനത്തിനുള്ളിൽ കൈയും കാലും കെട്ടിയിട്ട പോലെ അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ. ശരീരവും മനസ്സും തളർന്ന് അവശരാകുന്ന യാത്രക്കാർ. അതിന്റെ കൃത്യമായ പ്രതീകമായിരുന്നു എം.ജെ. ഷാജിയുടെ ഈ വേറിട്ട സമരം. കേവലം ഒരു പ്രാദേശിക റോഡ് മാത്രമല്ലിത്. കോട്ടയം, മൂവാറ്റുപുഴ, ഇടുക്കി ഭാഗങ്ങളിൽ നിന്നൊക്കെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ആളുകളെത്തുന്ന പ്രധാന പാതയാണിത്. കൃത്യസമയത്ത് വിമാനത്താവളത്തിലെത്തേണ്ടവരും അത്യാസന്ന നിലയിലുള്ള രോഗികളുമൊക്കെ മണിക്കൂറുകളോളമാണ് ഇവിടെ കിടന്ന് നരകിക്കുന്നത്. കാലം ഇത്രയായിട്ടും ലോകം ഇത്രയേറെ പുരോഗമിച്ചിട്ടും കാലടിയിലെ ഈ ബ്ലോക്കിന് മാത്രം ഒരു അവസാനവുമില്ല. ഇവിടെ പുതിയ പാലം പണിയുന്നുണ്ട് എന്നത് ശരിതന്നെ. എന്നാൽ സമാന്തര റോഡുകൾ കണ്ടെത്താനോ വികസിപ്പിക്കാനോ ഭരണാധികാരികൾ തയ്യാറാകാത്തിടത്തോളം കാലം ഈ പുതിയ പാലം പണി പൂർത്തിയായാൽ പോലും സ്ഥിതി വ്യത്യസ്തമാകാൻ പോകുന്നില്ല എന്ന കടുപ്പമേറിയ സത്യമാണ് പ്രദേശവാസികളും യാത്രക്കാരും ചൂണ്ടിക്കാണിക്കുന്നത്. ഭരണാധികാരികളുടെയും പോലീസിന്റെയും കടുത്ത അനാസ്ഥ തന്നെയാണ് ഈ ബ്ലോക്ക് ഇത്രത്തോളം വഷളാക്കുന്നത്. കോടികൾ ചെലവഴിച്ച് റോഡും പാലവും പണിതാൽ മാത്രം പോരാ, അതിലൂടെയുള്ള ഗതാഗതം കൃത്യമായി നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്തം കൂടി പോലീസിനുണ്ട്. ചില പ്രത്യേക സമയങ്ങളിൽ മാത്രമാണ് അവിടെ പോലീസ് സേവനം കാണാറുള്ളത്. പലപ്പോഴും ട്രാഫിക് നിയന്ത്രിക്കാൻ പോലീസുകാർ സ്ഥലത്തുണ്ടാകാറില്ല. ഒറ്റവരി പാതയിലൂടെയും ഇടുങ്ങിയ പാലത്തിലൂടെയും വാഹനങ്ങൾ അനാവശ്യമായി കുത്തിക്കയറ്റി വരുന്നതാണ് ഈ അമിത ബ്ലോക്കിന് പ്രധാന കാരണം. ട്രാഫിക് നിയമങ്ങൾ കാറ്റിൽ പറത്തി വരിതെറ്റിച്ച് വാഹനങ്ങൾ കുത്തിക്കയറ്റുമ്പോഴും കണ്ടില്ലെന്ന് നടിക്കുന്ന അധികാരികൾ ആരെയാണ് പേടിക്കുന്നത്? പാലത്തിൽ പോലും വരിതെറ്റിച്ച് വാഹനങ്ങൾ വരുന്നത് ഇവിടെ സ്ഥിരം കാഴ്ചയാണ്. കൃത്യമായ ഇടവേളകളിൽ പോലീസ് നിന്ന് നിർദ്ദേശങ്ങൾ നൽകുകയും വിചക്ഷണമായി ട്രാഫിക് കൈകാര്യം ചെയ്യുകയും ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ നിലവിലുള്ളൂ. ഈ പെരുവഴി നരകത്തിന് എത്രയും വേഗം പരിഹാരം കാണാൻ പോലീസും പ്രാദേശിക ഭരണകൂടവും തയ്യാറാകണം. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി ഡിക്റ്റീവ് ന്യൂസ്